ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനും തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ദുബായിലെ ഫേമസ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും 1 കപ്പ് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുനാഫയുടെ ഡോ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. പക്ഷേ ഞാനിവിടെ ചെറുതായിട്ട് നൈസായിട്ടുള്ള വെർമസെല്ലി ഉണ്ടല്ലോ, അതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മതിയാകും. അപ്പോൾ അതും കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 200 ഗ്രാം പിസ്തയാണ്. അത് ഞാനൊന്ന് നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് കണ്ടല്ലോ, ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പിസ്തയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള, ഞാനിതിൽ ഏകദേശം ഒരു പകുതിയോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം പാലും കൂടി, ഒന്ന് ക്രീം പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സേമിയയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ സേമിയ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ പിസ്തയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക്, ഒരു മോൾഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ വേറെ മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചോറ്റ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് ഒരു ഡിസൈന് വേണ്ടി ഒന്ന് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെർമസെല്ലിയുടെയും പിസ്തയുടെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാലും മതി. ഇപ്പോൾ നന്നായിട്ട് 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കമഴ്ത്തിയിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലിരിക്കുന്ന ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണേ. പറ്റുമെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ